ഡിസ്ചാർജ് ചെയ്യാനല്ലേ? എങ്ങനെയുണ്ട്? ഹൗ ഡു യു ഫീൽ? ഓക്കെ ഡോക്ടർ. വെൽ, നൗ യു ആർ എ പെർഫെക്റ്റ് ഹെൽത്തി മാൻ. ഇരിക്കും. ഈ ഹോസ്പിറ്റലിന്റെ വിജയ ചരിത്രത്തിൽ എന്നും ഓർമ്മിക്കപ്പെടുന്ന ഒരു വ്യക്തിയാവും ഇനി ബാലകൃഷ്ണൻ. കൈവിട്ടു പോയെന്ന് കരുതിയ എന്റെ ജീവിതം തിരിച്ചു തന്ന ഡോക്ടറാണ്. നന്ദി പറയേണ്ടത് എങ്ങനെയാണെന്ന് എനിക്കറിയില്ല. നന്ദി പറയേണ്ടത് എന്നോടല്ല, ദൈവത്തോടാണ്. ഭാഗ്യം കൊണ്ട് എല്ലാം ഒത്തുവന്നു, അത്രേ ഉള്ളൂ. അസുഖം ഭേദമായെന്ന് കരുതി പഴയതുപോലുള്ള കടിഞ്ഞാണില്ലാത്ത ജീവിതമൊന്നും പാടില്ല. ഡയറ്റ് കൺട്രോൾ ചെയ്യണം, പിന്നെ മുടങ്ങാതെ എക്സർസൈസ് ചെയ്യണം. ഇനിയിപ്പോ നിരാശപ്പെടേണ്ട കാര്യമൊന്നുമില്ലല്ലോ. അതുകൊണ്ട് ആ പഴയ മദ്യപാനവും പുകവലിയും ഒക്കെ നമുക്കങ്ങ് ഉപേക്ഷിക്കാം. എന്താ? ഇല്ല ഡോക്ടർ, ഇനി അതൊരിക്കലും ഉണ്ടാവില്ല. എനിക്ക് ഇനിയും ഒരുപാട് നാള് ജീവിച്ചിരിക്കണം. ഓക്കെ, വിഷ് യു ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു ഡോക്ടർ. എനിക്ക് ഈ ഹൃദയം തന്നത് ആരാണെന്ന് ഡോക്ടർ ഇതുവരെ പറഞ്ഞില്ല. സോറി, ഇത്തരം കാര്യങ്ങൾ ഞങ്ങൾ സാധാരണ പേഷ്യൻസിനോട് പറയാറില്ല. അല്ല, ഇനിയുള്ള ജീവിതം മുഴുവൻ മറ്റൊരാളുടെ ഹൃദയം വെച്ചോണ്ടല്ലേ? അപ്പൊ പിന്നെ മറ്റൊരാളുടെ ഹൃദയമാണെന്ന് ബാലകൃഷ്ണൻ ഒരിക്കലും ചിന്തിക്കണ്ട. ഇനി ഇത് തന്റെ തന്നെ ഹൃദയമാണ്. എന്നാലും അറിയാനുള്ള ഒരു ഓക്കെ, ഇതാണ് കക്ഷി. ഇത് ഞാൻ എടുത്തോട്ടെ? ശരി. പിന്നെ വീട്ടിൽ ചെന്ന് ഒരാഴ്ച കഴിഞ്ഞതിന് ശേഷം ബാലകൃഷ്ണൻ ബാങ്കിൽ ജോയിൻ ചെയ്താൽ മതി. കഴിയുന്നതും കുറച്ചു കാലത്തേക്ക് ഹാർഡ് വർക്കുകൾ ഒഴിവാക്കുക. ശരി. അയ്യോ, ഇവരിത് എവിടെ പോയി ബാലകൃഷ്ണൻ? ഡോക്ടറെ കാണാൻ പറ്റി ഇതുവരെ വന്നില്ലേ? അതെ വരുന്നു. ഇനിയിപ്പോ എന്തിനാ കാര്യണേ? സന്തോഷിക്കല്ലേ വേണ്ടേ? മരിച്ചുപോയവന്റെ അച്ഛൻ ചെയ്ത സുഹൃതം കൊണ്ട് എന്റെ മോന്റെ ആയുസ് ഭഗവാൻ നീട്ടിക്കൊടുത്തത്. വാ, അച്ഛനെ തൊഴുത് കയറിക്കോളൂ. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു സർ. താങ്ക് യു. വെൽക്കം. താങ്ക്സ്. ബെസ്റ്റ് ഓഫ് ലക്ക്. താങ്ക് യു. താങ്ക് യു. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. താങ്ക് യു. ഇതുകൊണ്ടൊന്നും മതിയാവില്ല കേട്ടോ. നമുക്ക് ശരിയാക്കാം. ബാലകൃഷ്ണ, എല്ലാവർക്കും കൊടുത്തു, എനിക്കില്ലേ? ഒന്ന് വഴിവിടും മാറും. സാർ, എന്തു പറ്റി ബാലകൃഷ്ണ? ഒന്നുമില്ല, ഒരു തലയിറക്കം. സാർ ആസ്പത്രി പോണോ? വേണ്ട. അല്ല, വല്ല വിഷമം തോന്നുന്നുണ്ട് ആസ്പത്രി പോയി അഡ്മിറ്റ് ആവേ. അങ്ങനെയാണെങ്കിൽ എന്റെ ലീവിന്റെ കാര്യം മാനേജർ സാർ ഒന്ന് നോക്കിക്കോണം. അതിന്റെ ഒന്നും ആവശ്യമില്ല. ഞാൻ പറഞ്ഞാൽ ഇത്ര പെട്ടെന്ന് ജോയിൻ ചെയ്യേണ്ടെന്ന്. കുറച്ച് ദിവസം കൂടി റെസ്റ്റ് എടുത്തോളൂ, അതാ നല്ലത്. സാർ ജോലി ചെയ്തോളൂ. ഐ എം ഓൾ റൈറ്റ്. ഇറ്റ്സ് ഓക്കെ. ഇറ്റ്സ് ഓക്കെ. തെറ്റി എണ്ണം തെറ്റി. Sir,
സാർ ബാലകൃഷ്ണ എന്തു പറ്റി ബാലകൃഷ്ണ? ഇവിടെ നിൽക്കണ്ട, അകത്ത് വാ. എന്താ ബാലേട്ടാ? വിളക്ക് കെടും. ബാല എന്താ ചേട്ടാ? ത്രിസന്ധ്യ നേരത്ത് നീ എന്തിനീ വാതിലൊക്കെ കൊട്ടിയടക്കുന്നേ? നിനക്ക് എന്ത് പറ്റി? അവൻ എന്റെ പുറകെ തന്നെ ഉണ്ടായിരുന്നു. ആര്? ആ എബി എന്റെ കൂടെ കൂടിയിരിക്കുക. അവനിനി ഇവിടെയും വരും. ആരടാ നീ? ആരോട് ചോദിച്ചിട്ടാ വളപ്പി കയറിയത്? ഈ നെടുമ്പുള്ളി തറവാടിന്റെ മുറ്റത്ത് കാലുകുത്താൻ നിനക്ക് എങ്ങനെ ധൈര്യം വന്നു? നമ്മളാരാ? നമ്മൾ ആരാണെന്ന് എനിക്കറിയില്ല, ഞാൻ ആരാണെന്ന് എനിക്കറിയാം. നീ എന്തിനാ അവിടെ നോക്കണേന്ന്? മുഖത്ത് നോക്കി സംസാരിക്കടാ. നിനക്ക് എവിടെ പോവാ? നിങ്ങൾക്ക് എന്താ അവിടെ കാര്യം? എന്റെ തറവാട്ടിൽ കയറി വന്ന് എനിക്കെന്താ കാര്യം ചോദിക്കാൻ നിനക്കെന്താ കാര്യം? ഇതെന്റെ വീടാ. എന്റെ ഭാര്യയും മക്കൾ അവിടെ താമസിക്കണേ. പ്രായമായൊരു പെണ്ണുണ്ട്. ഇത് എവിടേക്കാ അവിടെ നോക്കണേ? നിന്നെ പോലുള്ള അനാഥ പ്രേതങ്ങൾക്ക് അലഞ്ഞിരിഞ്ഞ് നടക്കാനുള്ള സ്ഥലമല്ല ഇത്. പോടാ, എടാ പോ. എന്തൊരു കഷ്ടമാണെന്ന് പറ. എന്റെ കണ്ണുകൊണ്ട് കണ്ടതല്ലേ, എന്നോട് സംസാരിക്കുകയും ചെയ്ത്. പിന്നെ എങ്ങനെയാ തോന്നലാവുന്നത്? എന്നാ പിന്നെ അവന്റെ ഗോസ്റ്റ് ആയിരിക്കും. അതാ ഞാനും പറഞ്ഞത്. എന്റെ ഭഗവതി, കേട്ടാ അവൻ നിൽക്കുന്നുണ്ടാ? അവൻ അവിടെ തന്നെ നിപ്പുണ്ട്. എവിടെ? അവിടെ ഒന്നും കാണുന്നില്ലെന്നേ. അവിടെ ഉണ്ട്. ഞങ്ങളൊന്നും കാണുന്നില്ലല്ലോ. നീ കാണുന്നുണ്ടോടാ? ഇല്ല. ഒന്ന് പോയി നോക്കിയ മക്കളെ. നീ കഥ നടക്കരുത്. ഇവിടെ ആരെയും കാണുന്നില്ല അമ്മേ. അവന് വെറുതെ തോന്നിയായിരിക്കടാ മോനെ. ഓവർഡോസ് ഉള്ള ഒരുപാട് മരുന്ന് കഴിച്ചതിന്റെ റിയാക്ഷൻ ആയിരിക്കും. അയ്യോ, എവിടെ? അവിടെ നിൽക്കുന്നുണ്ടാ? അവിടെ എങ്ങും ആരുമില്ലടാ മോനെ. നിനക്ക് വെറുതെ തോന്നുക. നീ ഒന്ന് അകത്ത് പോയി. അല്ലമ്മേ, ആ വെള്ളപ്പാനും പോയി. അന്ന് വാതിലടക്കടാ. പറഞ്ഞാ നിനക്ക് മനസ്സിലാവില്ല അല്ലേ? പോവാൻ. ഞാനൊന്ന് പറഞ്ഞോട്ടെ. നീ ഒന്നും പറയണ്ട. ഇതിനു മുമ്പ് നിന്നെ പോലെ പലരും ഇവിടെ കയറി വന്നിട്ടുണ്ട്. അവരൊക്കെ എന്റെ കയ്യിൽ നിന്ന് മേടിച്ചിട്ടേ പോയിട്ടുള്ളൂ. അമ്മാവൻ ഞാൻ അമ്മാവനോ? ഏത് വകുപ്പിലാണ് ഞാൻ നിനക്ക് അമ്മാവനായത്? എന്റെ മോളെ നിനക്ക് ഞാൻ കെട്ടിച്ചു തന്നിട്ടുണ്ടോ? നീ മരിച്ചിട്ട് എത്ര നാളായി? 6 മാസമായി. എടാ മോനെ, അഹങ്കാരം കൊണ്ട് പറയല്ലാട്ടോ. നിന്നേക്കാളും 3-4 ബലിച്ചോറ് കൂടുതലുണ്ടവനാ ഈ ഗോപാലമേനോൻ. നീ ഇറങ്ങ്. ഞാനൊരു കാര്യം പറഞ്ഞോട്ടെ? നീ ഇറങ്ങടാ. പറഞ്ഞിട്ട് ഞാൻ പൊക്കോളാം. ഇറങ്ങാൻ പറഞ്ഞാ നീ. അത് പറയാൻ വേണ്ടിയിട്ടല്ലേ ഞാൻ ഇവിടം വരെ വന്നത്. എടാ ഇറങ്ങാൻ. മോനെ നോക്കേ, വലിയ അലച്ചിലൊന്നും വേണ്ടാട്ടോ. അവസാനം നിന്റെ കുടിയില് വേറെ ആള് കേറി കിടക്കും. ഓക്കേ. അങ്ങനെ ചരിത്രം ഉണ്ടായിട്ടുണ്ട്. പോവാം. പോടാ പോ. പോടാ. സ്വന്തം കുഴി പോലും നോക്കാൻ പ്രാപ്തിയില്ലാത്ത പ്രേതം. ഇവനൊക്കെ എന്തിനാ ചത്തേ? അയ്യോ, ഇനി എന്റെ കുഴിയിൽ വല്ലവരും കയറി കിടക്കണ്ടാവോ? ഇറ്റ് ഇസ് മിയർലി സൈക്കോളജിക്കൽ. ഇതൊക്കെ ബാലകൃഷ്ണന്റെ ഓരോ തോന്നലാണ്. മറ്റൊരാളുടെ ഹൃദയമാണ് ഉള്ളിലുള്ളതെന്ന് ഓർത്ത് ബാലകൃഷ്ണൻ കൂടുതൽ കോൺഷ്യസ് ആവുന്നു. നോ, ഐ കാൺട്ട് ബിലീവ് ദിസ്. ഡോക്ടർ എങ്ങനെയാ വിശ്വസിപ്പിക്കേണ്ടതെന്ന് എനിക്ക് അറിഞ്ഞൂടാ. പക്ഷെ സത്യമാണ്. എനിക്ക് അയാളെ കാണാം. ശരിക്കും അയാൾ എന്നോട് സംസാരിക്കാറുണ്ട്. എന്റെ ശരീരത്തിൽ തൊടാറുണ്ട്. ഞാൻ പോകുന്നിടത്തൊക്കെ എന്നെ പിന്തുടർന്ന് ശല്യം ചെയ്യുകയാണ്. തന്നെ ഞാൻ എന്ത് ശല്യം ചെയ്തു? ഇവിടെ വന്നോ? ഇപ്പൊ ഡോക്ടർക്ക് വിശ്വാസമായല്ലോ. ദേ, അവൻ ഇവിടെ ഇരിപ്പുണ്ട്. എന്താ ബാലകൃഷ്ണ, എന്താ ഇത്? ഡോക്ടർ, അവൻ ഈ കസേരയിൽ ഇരിപ്പുണ്ട്. അവൻ എന്നോട് സംസാരിക്കുന്നുണ്ട്. Come on, relax. Yes. എടോ, തന്റെ ഇപ്പോഴത്തെ ഈ അവസ്ഥയിൽ ഓവർ എക്സഷനും മെന്റൽ ടെൻഷനും ഒന്നും പാടില്ല മിസ്റ്റർ ബാലകൃഷ്ണൻ. മെന്റൽ ടെൻഷൻ ഉണ്ടാക്കുന്ന താനല്ലേ എന്നെ ഇടം വലം തിരിയാൻ വിടാതെ പിടിച്ചിരിക്കല്ലേ? എന്റെ ദേഹത്തോടരുത്. ഡോണ്ട് ടച്ച് മീ പ്ലീസ്. ലീവ് മീ അലോൺ. ഓക്കെ, കൂൾ ഡൗൺ ആൻഡ് റിലാക്സ്. ഞാൻ പുറത്ത് വെയിറ്റ് ചെയ്യാം. പുറത്ത് വെയിറ്റ് ചെയ്യണ്ട. എങ്കിൽ ഞാൻ ഇവിടെ തന്നെ ഇരിക്കാം. എന്നാ പുറത്ത് വെയിറ്റ് ചെയ്യ്. താങ്ക് യു. നിന്നെ അവൻ പോയാ? റിലാക്സ്. ബാലകൃഷ്ണൻ ആരെയും നോക്കുന്നു?
താൻ ഇതിനകത്തും കയറിയോ? എന്താ സാറേ? ഒന്നുമില്ല. ഹോസ്പിറ്റലിന്റെ പുറത്ത് എന്നോട് വെയിറ്റ് ചെയ്യാൻ പറഞ്ഞിട്ട് ഞാനറിയാതെ മുങ്ങിക്കളഞ്ഞില്ലേ? പിന്നെ മുങ്ങാതെ ഞാൻ പോകുന്നിടത്തൊക്കെ തന്നെ എഴുന്നള്ളിച്ചോണ്ട് നടക്കണോ? സാർ ആരോടെ സംസാരിക്കുന്നത്? തന്നോടല്ലടോ, ഇയാളോടാ സംസാരിച്ചത്. ബാലകൃഷ്ണൻ എന്തിനാ പേടിക്കുന്നത്? ഞാൻ തന്നെ ഉപദ്രവിക്കുന്നൊന്നുമില്ലല്ലോ. എന്റെ പൊന്ന് സഹോദര, എന്നെ വെറുതെ വിട്ടേരെ. തനിക്ക് എന്താ വേണ്ടത്? കാശാണോ? കാശാണേ പറ. ബാലകൃഷ്ണ, ഇനി എനിക്ക് എന്തിനാടോ കാശ്? പിന്നെ എന്താ തനിക്ക് വേണ്ടത്? നമ്മൾ തമ്മിൽ ഒരു കോംപ്രമൈസിലെത്തണ്ടേ? കോംപ്രമൈസ് ഒരു പുല്ലുമില്ല. താൻ ഇറങ്ങി പോടോ. ഇത് ഞാൻ പിടിച്ച ഓട്ടോ. തനിക്ക് വേണമെങ്കിൽ വേറെ ഓട്ടോ പിടി. ബാലകൃഷ്ണ, അയ്യേ, എന്തായി കാണിക്കുന്നത്? ഇറങ്ങാല്ലേ പറഞ്ഞു. തന്നോട് ഇറങ്ങാല്ലേ പറഞ്ഞു. ഇറങ്ങണോ? സാർ ഒന്നിറങ്ങിക്കേ. എന്താ? എന്റെ പൊന്ന് സാറേ, ഞാൻ കാല് പിടിക്കാം. ദൈവത്തോടത്തൊന്ന് അറിയി തന്നാട്ടെ. ഒന്ന് ഇറങ്ങട്ടോ. ഓ, ഏയ് ഇറങ്ങിക്കോ. വേണ്ട, തന്റെ സഹായം ഒന്നും വേണ്ട. എന്താ കാര്യം? ഇത് വട്ടന്മാരക്കാരൻ ഓട്ടോ അല്ല. വല്ല ആംബുലൻസ് പിടിച്ച് പോകാൻ നോക്ക്. താനെന്താ ആളെ കളിയാക്കുവാന്ന്? തലയ്ക്ക് സുഖം വല്ല പ്രാതാശുദ്രവം കിടക്കണോ? തലയ്ക്ക് സൂലാതെ തനിക്കാണോ? വണ്ടി നിർത്തണോ? അവൻ പോയ. ബാലകൃഷ്ണ, ഞാൻ കൂടെ നടക്കുന്നുണ്ട്. ബാലകൃഷ്ണൻ എന്താ പ്രശ്നം? പ്രശ്നമുണ്ട്. ഒരു പ്രേതം കൂടെ നടക്കാന്ന് പറഞ്ഞാൽ ആർക്കാരും പ്രശ്നം ഉണ്ടാവും. എന്ന് പറഞ്ഞാൽ എനിക്ക് തന്നെ വിട്ടിട്ട് പോകാൻ പറ്റുമോ? പിന്നെ ആയുഷ്കാലം മുഴുക്കത്താൻ എന്റെ കൂടെ നടക്കാൻ പോവുക. എത്ര കാലം കൂടെ നടക്കണം നമുക്ക് പിന്നീട് തീരുമാനിക്കാം. പക്ഷെ ഇപ്പൊ എനിക്ക് തന്റെ ഒപ്പം നടന്നേ പറ്റൂ. എന്റെ ക്ഷമയെ പരീക്ഷിക്കരുത്. അടിച്ച് ഞാൻ നിന്റെ ചെവുക്കല്ല് പൊട്ടിക്കും. ചിരിക്കുന്നോ? എന്റെ സ്വഭാവം നിനക്കറിയില്ല. ദേഷ്യം വന്ന മഹാപിഴയാണ് ഞാൻ. തെണ്ടിയാണ്, ചെറ്റയാണ്. മര്യാദക്കെങ്കിൽ മര്യാദ. എന്താണ് നോക്കി പേടിപ്പിക്കുന്നത്? ഒറ്റ ചവിട്ടിയാൻ വെച്ചെന്നുണ്ടല്ലോ. എന്നാ ചവിട്ട്. കുറെ നേരമായല്ലോ താനോട് കിടന്ന് പ്രസംഗിക്കാൻ തുടങ്ങിയിട്ട്. എന്താ കാര്യം? സോറി. സോറിയോ? തലയ്ക്ക് സുഖമില്ലെങ്കിൽ വല്ല പ്രാന്താശുപത്രിയിലും പോയി കിടക്കണു. ഈ ബഹളമൊക്കെ കൂട്ടുന്ന വല്ല കാര്യമുണ്ടോ? വെറുതെ നാട്ടുകാരെയൊക്കെ അറിയിക്കാൻ. നമ്മുടെ പ്രശ്നം നമ്മൾ മാത്രം അറിഞ്ഞാ പോരെ. നമ്മൾ തമ്മിൽ എന്തോന്ന് പ്രശ്നം? നമ്മൾ തമ്മിലല്ലേ പ്രശ്നം? ഒന്നുമില്ലെങ്കിലും നമ്മൾ തമ്മിൽ ഒരു ബന്ധമില്ലേ? എന്ത് ബന്ധം? ആഹാ, അപ്പൊ അതും മറന്നോ? തന്റെ ഉള്ളിലിരിക്കുന്നേ എന്റെ ഹൃദയമാ. ഓഹോ, ഒരു ഹൃദയം തന്നെന്നുള്ള അധികാരമായിരിക്കും. ആർക്ക് വേണോളോ തന്റെ പൊട്ട ഹൃദയം? കൊണ്ടുപോയി പുഴുകി തിന്ന്. സോറി സിസ്റ്റേഴ്സ്. നിക്കടവിടെ. പാത്തും പതിയും വന്നാ നീ എന്റെ കണ്ണിൽ പെടില്ലെന്ന് കരുതിയോ? നിന്നോട് കുഴി പോയി കിടക്കാൻ പറഞ്ഞതല്ലേ? സ്വന്തമായിട്ട് കുഴിയില്ലെങ്കിൽ വേറെ ആരുടെങ്കിലും കുഴി പോയി കിടക്കടാ. നിങ്ങൾക്കുണ്ടല്ലോ ഒരു കുഴി. പിന്നെന്തിനാ നിങ്ങൾ ഈ കറങ്ങി നടക്കുന്നത്? ഞാൻ കറങ്ങും ഉറങ്ങും ഒക്കെ ചെയ്യും. അതൊക്കെ എന്റെ ഇഷ്ടാ. ഇതൊക്കെ ചോദിക്കാൻ നിനക്കെന്താ കാര്യം? കാര്യമുണ്ട്. നിങ്ങളെ പോലെ ഈ വീട്ടിൽ വരാൻ എനിക്ക് ഇത്തിരി അവകാശമുണ്ട്. അവകാശോ? ആ, എടാ, നായർ തറവാട്ടിൽ ഒരു നസ്രാണി പ്രയത്നം എന്താ അവകാശം? നസ്രാന്റെ ഹൃദയത്തിൽ നായർക്ക് വെച്ച എന്തേ അവകാശം ഉണ്ടാവില്ലേ? എന്റെ ഹൃദയം കൊണ്ടാണ് നിങ്ങളുടെ മോൻ ഇപ്പോഴും ജീവിച്ചിരിക്കുന്നത്. അല്ലെങ്കിൽ ഇപ്പൊ കാണായിരുന്നു അച്ഛനും മോനും കൂടി കൈകോർത്ത് പിടിച്ച് മിറ്റത്തിങ്ങനെ ഒലാത്തുന്നത്. സത്യാണോ നീ പറയണേ? പിന്നെ അല്ലാണ്ട് ഇനിയിപ്പോ ഇത് കാണിച്ചത് ബോധ്യപ്പെടുത്താനൊന്നും പറ്റില്ലല്ലോ. വിശ്വസിക്കാമെങ്കിൽ വിശ്വസിക്കും. എന്നാ പിന്നെ നിനക്ക് ആദ്യം ഇങ്ങോട്ട് പറയായിരുന്നില്ലേ? ചേട്ടൻ പറയാൻ സമ്മതിച്ചില്ലല്ലോ. സമ്മതിച്ചില്ലെങ്കിൽ തന്നെ കേറി പറയണ്ട കൊച്ചു കള്ള. എന്റെ മോന്റെ ജീവൻ രക്ഷിച്ച നിന്നോട് നന്ദി പറയണ്ട ഞാൻ. പോട്ടെത്ര നിനക്ക് വിഷമായ? ഏയ് സാരമില്ല. ഞാൻ എന്റെ കടമ ചെയ്തെന്നേ ഉള്ളൂ. ആ, പണ്ട് ഏതോ കാർന്നൂർ ചെയ്ത ദുഷ്കർമ്മത്തിന്റെ പല മോക്ഷം കിട്ടാതെയുള്ള എന്റെ ഈ അലച്ചില്. ഞാൻ മരിക്കണ വരെ എന്റെ അച്ഛനായിരുന്നു ഈ മുറ്റത്ത്. ശാപം എനിക്ക് വെച്ച് മാറി അച്ഛൻ മോക്ഷം കിട്ടിപ്പോയി. എന്റെ മോൻ എന്തെങ്കിലും സംഭവിച്ചിരുന്നെങ്കിൽ എനിക്കും മോക്ഷം കിട്ടുമായിരുന്നു. പക്ഷെ എനിക്ക് ആ ഭാഗ്യം വേണ്ട. എന്റെ ദാക്ഷായണിയും മക്കളെയൊക്കെ കണ്ട് എനിക്കിവിടെ ഇങ്ങനെ കറങ്ങി നടക്കാലോ. നീയാണ് അതിന് കാരണക്കാരൻ. എന്റെ മോൻ ഇപ്പോഴും ജീവിച്ചിരിക്കുന്നത്, ഞാൻ ഈ മുറ്റത്ത് അവശേഷിക്കുന്നത് നീ കാരണ. നിനക്കിപ്പോ എന്താ വേണ്ടേ? ഞാൻ വെറുതെ ബാലകൃഷ്ണൻ കാണാൻ വന്നതാ. അത്രയല്ലേ ഉള്ളൂ. മോൻ പോയി കാണ്. പോയിക്കോ. പിന്നെ അവൻ ഉറങ്ങുക, ഉണർത്തണ്ട കേട്ടാ. ബാലകൃഷ്ണ, ബാലകൃഷ്ണ, ഇതെന്തൊരു ഉറക്കാത്? നേരെ എത്രയെന്നറിയോ? ബാലകൃഷ്ണ, എണീക്കുന്നു.
എടോ താൻ ബഹളമൊന്നും ഉണ്ടാക്കണ്ട. തന്നോട് ആരാ മുറിക്കകത്ത് വരാൻ പറഞ്ഞത്? എനിക്കെന്താ ഈ മുറിക്കകത്ത് വന്നൂടെ? പാടില്ല, പ്രേതങ്ങളൊക്കെ പുറത്ത് നിന്നാ മതി. ഇത് മനുഷ്യരെ ഉറങ്ങുന്ന സ്ഥലമാ. ഉറങ്ങിക്കോ, ആര് പറഞ്ഞു വേണ്ടെന്ന്? പക്ഷേ സൂര്യൻ ഉദിച്ചാ പിന്നെ ബാലകൃഷ്ണൻ ഉറങ്ങാൻ പാടില്ല. സൂര്യനെ സൗകര്യം നോക്കിയാണോ ഞാൻ ഉറങ്ങി ഉണരുകയും ചെയ്യുന്നത്? എനിക്ക് ഇഷ്ടമുള്ളപ്പോ ഉറങ്ങും, ഇഷ്ടമുള്ളപ്പോ എനിക്ക്. താനാരാ ചോദിക്കാൻ? ഇനി അതൊക്കെ ഞാൻ തീരുമാനിക്കും. അതെവിടുത്തെ ന്യായം? നല്ല ഒന്നാന്തര ഒരു ഹൃദയം ഈ നെഞ്ചിൽ വെച്ച് പിടിപ്പിച്ചിരിക്കുന്നു. അത് നശിപ്പിക്കാൻ ഞാൻ സമ്മതിക്കില്ല. രാവിലെയും വൈകിട്ടും മുടങ്ങാതെ എക്സസൈസ് ചെയ്യണമെന്നല്ലേ ഡോക്ടർ പറഞ്ഞിട്ടുള്ളത്? കമോൺ കെട്ടടേ ബാലകൃഷ്ണൻ. പറഞ്ഞു കൈ നിറോ, കൈ നിറോ, പോടോ, കൈ ഇത് വലിയ കഷ്ടമായല്ലോ. ഒരു കഷ്ടമില്ല. ആദ്യത്തെ കുറച്ച് ദിവസമേ വിഷമമൊക്കെ കാണുള്ളൂ, പിന്നീട് ഇതൊക്കെ ഒരു ശീലമായിക്കോളും. നടക്ക് ആദ്യ എക്സസൈസ് നടക്ക്. തള്ളാടോ. ചായ കുടിക്കട്ടോ? ചായ കുടിക്കട്ടോ? വേണ്ട, ചായ കുടിച്ചിട്ട് എക്സസൈസ് ചെയ്യാം. എക്സസൈസ് ചെയ്തിട്ട് ചായ കുടിച്ചാൽ മതി. ഈ ചെറുക്കനത് എന്ത് പറ്റി? 1 2 3. അയ്യോ കൈ തട്ടി. പോടോ അവിടുന്ന്. ഇനിയും 5 6 മതിയാ? പോരാ. 7 മതിയാ? മതി. നമുക്ക് ആ കൃഷ്ണക്കണിയനെ വിളിച്ചൊന്ന് പ്രശ്നം വെപ്പിച്ച് നോക്കിയാലോ? ഈ കവടിയും പളുങ്കും നിരത്തിയെന്ന് പറഞ്ഞ് കൂടിയ ബാധ വിട്ടുപോവോ? വെറുതെ കണിയാന് പൈസ കൊടുക്കാന്നല്ലാതെ. ചത്തവന്റെ ആത്മാവ് ഗതി കിട്ടാതെ അലഞ്ഞു നടക്കണ്ടാവും. അവന്റെ ജീവൻ പോയി നിങ്ങൾ തീർത്ത് പറയാൻ പറ്റുമോ? ഹൃദയം വേറൊരു ശരീരത്തിൽ ഇപ്പോഴും ബാക്കി നിൽക്കല്ലേ? കിടത്തി പൊറപ്പിക്കില്ല. ഇനിയിപ്പോ എന്താ ചെയ്യാ? വിരട്ടി ഓടിക്കണം. ആ വേലുമൂപ്പനെ കൊണ്ടുവരാം. മൂപ്പന്റെ കയ്യിൽ അടങ്ങാത്ത ബാധയുണ്ടോ? ശിഷ്യ ജ്ഞാനേശ്വര, എന്തോ? നീ എന്തെങ്കിലും കാണുന്നുണ്ടോ? ഇല്ല ഗുരു. എന്നാൽ ഞാൻ കാണുന്നു. ഗതി കിട്ടാതെ ഒരുത്തൻ ഇവിടെയൊക്കെ അലഞ്ഞു തിരിഞ്ഞു നടക്കുന്നു. ഗതി കിട്ടാത്തത് നിന്റെ അച്ഛൻ. കുടത്തില് പാമ്പുണ്ടാവൂട്ടാ. ഓം ബ്രഹ്മകടാഹ ഹിമകാരിണി മന്ത്രമനോജ്ഞരൂപനം. ചെല്ല്. സ്വാഹ. എവിടുന്ന് കിട്ടി പിച്ചക്കാരനെ? ചട്ടിയും കളൊക്കെ ഉണ്ടല്ലോ എന്റെ. സ്വാഹ. ഓം ഹ്രീം കാരണീശ്മ മഹേന്ദ്ര പുണ്യരാശിയും സ്വാഹ. പക്ഷിദോഷം, പർവദോഷം, കാലദോഷം, ജലദോഷം, വായുദോഷം, നിണദോഷം, ദോഷമായ ദോഷമെല്ലാം പോ. ഓം സ്വാഹ. കാളി കാളിന്റെ പേയും നീലിന്റെ പേയും ദയായ പേയെല്ലാം പോ. ഓം സ്വാഹ. ഹ്രീം കാരണീം. അയ്യോ ഓംകാരം. നീയാ? എന്താ ഇവിടെ? സ്വാഹ. നിന്നെ ഒഴിപ്പിക്കാനുള്ള പണി എവിടെ നടക്കണേ? സർപ്പദോഷം, ദോഷമായ ദോഷമെല്ലാം പോ. ആ തലയിൽ ചുവന്ന കെട്ടും കെട്ടിയിട്ടുള്ള എല്ലനില്ലേ, അവനാണ് പശക. നിന്നെ ഓടിക്കാൻ നോക്കി നോക്കി അവസാനം ഞാൻ ഓടേണ്ടി വരുമെന്ന് എന്റെ പേടി. ആഹാ, അത്രയ്ക്കായോ? എന്നെ കണ്ടിട്ട് നീ മൈൻഡ് ചെയ്യുന്നില്ല അല്ലേ? നിന്നേക്കാൾ വലിയവനെ കണ്ടിട്ടുണ്ട്. അവനെ ഞാൻ ഒഴിപ്പിച്ചിട്ടുണ്ട്, ഒഴിപ്പിച്ചിട്ടുണ്ട്. ആഹാ, അത്രയ്ക്കായോ? അവൻ എന്റെ മോന്റെ അടുത്തേക്ക് വരണേ. ഞാൻ ചോദിക്കുന്നു, ഒഴിച്ചു പോട്ടോത്. എന്തേ? അവൻ എന്റെ മോനെ തല്ലണു. അവന് വേദനിക്കുന്നുണ്ടോ? അയ്യോ പിരിഞ്ഞു പോവാ. അടിക്കില്ലേ? മതി അടിച്ചത്. അടിക്കട്ടെ, എത്ര വേണം അടിക്കട്ടെ. അവൻ ഒഴിഞ്ഞു പോയാൽ മതി. അടിച്ചോ. ഒഴിഞ്ഞു പോവാ. നീ കാരണം അവന് തല്ലുകൊള്ളണേ. ഞാൻ അവന്റെ അച്ഛനാ. മരിച്ചുപോയെങ്കിലും എനിക്ക് തന്നുണ്ട്. ചെന്ന് പറയണ വേണ്ടാന്ന്. ചെല്ലാൻ എന്തിനാ വെറുതെ തല്ലുകൊള്ളുന്നത്? ഞാൻ എത്ര പ്രാവശ്യം നിന്നോട് പറഞ്ഞു ഞാൻ പോവില്ല, എനിക്ക് നിന്നെ വിട്ട് പോകാൻ സാധിക്കില്ല. നീ പോയില്ലേ? ഇല്ല. പോയില്ലേ? തളർന്നുറങ്ങാ പാവം. ഒരു കാര്യമില്ലാത്ത കാര്യത്തിന് എന്തുമാത്രം തല്ലാവൻ കൊണ്ടത്. നിനക്കെന്റെ മോനെ തൊടാൻ പറ്റൂലേ? നിനക്ക് അത്രയെങ്കിലും ആവൂലോ. ഇവിടെ ഇങ്ങനെ ചുറ്റി കറങ്ങുമ്പോ
എപ്പോഴും ഞാൻ കൊതിക്കും എന്റെ